കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്ത് പ്രശ്നമുണ്ടായാലും ആക്രമണപരമായ കാര്യങ്ങളാണെങ്കിലും ലഹരിപരമായ കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം SFIക്ക് ഒരു പങ്കുണ്ട് എന്നതാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയ കാലം മുതൽ SFIക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അത് തെളിവോടുകൂടി പിടിച്ചവയുമുണ്ട്. എല്ലാം ശരി തന്നെയാണ്. എന്തുകൊണ്ടാണ് SFI ഇത്ര മോശമായ പാതകളിലൂടെ സഞ്ചരിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കലാലയങ്ങളിൽ മരണപ്പെട്ടു പോയവർ, കലാലയങ്ങളിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടവർ, കലാലയങ്ങളിൽ രൂക്ഷമായ രീതിയിലുള്ള അക്രമത്തിന് ഇരയാക്കപ്പെട്ടവർ, ലഹരി കച്ചവടം നടത്തുന്നവർ, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെല്ലാം SFIക്ക് പങ്കുണ്ടാകുക തന്നെ ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ? നമുക്ക് പിന്നിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. സാമൂഹ്യ ബോധവും അർപ്പണ മനോഭാവവും അധ്വാനിക്കാൻ മനസ്സുമുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ട കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും മിക്കവാറും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സഹപാഠികൾക്കെതിരായ ക്രൂരമർദ്ദനങ്ങളും റാഗിങ്ങും അടക്കം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് മിക്കയിടത്തും അരങ്ങേറുന്നത്. പലയിടത്തും ലഹരി ഉപയോഗം സംശയിക്കപ്പെടുമ്പോൾ അതൊന്നും അന്വേഷണ വിധേയമാകാറില്ല. വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ അവബോധവും സഹജീവി സ്നേഹവും സംഘടനാ പാഠവും നിറയ്ക്കേണ്ട വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ അന്ധകരായി മാറുന്നതും കേരളം ഇപ്പോൾ കാണുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് SFI. സർഗാത്മകമാകേണ്ട ക്യാമ്പസുകൾ കുരുതിക്കളങ്ങളാകുമ്പോൾ ഭൂരിഭാഗം അവസരങ്ങളിലും മിക്കയിടത്തും SFI പ്രതിക്കൂട്ടിലാവുന്നത് അവരുടെ നേതൃത്വം ഗൗരവമായി വിലയിരുത്തേണ്ട കാലമാണ്. ക്രൂരമായ റാഗിങ്ങും സിദ്ധാർത്ഥിൻ്റെ മരണവും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ റാഗിംഗ് ക്രൂരതയ്ക്ക് ഇരയായി JS സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചിട്ട് 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. മനസാക്ഷി ഞെട്ടിച്ച ക്രൂരകൃത്യത്തിന് ഇരയായ സിദ്ധാർത്ഥൻ മർദ്ദനം സഹിക്കാനാവാതെ ജീവനൊടുക്കുകയായിരുന്നു. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ SFIയുടെ സജീവ പ്രവർത്തകരാണെന്ന് വ്യക്തമായിരുന്നു. ഫെബ്രുവരി 15 തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥിനെ തിരികെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 16 രാവിലെ ക്യാമ്പസിൽ എത്തിയത് മുതൽ തുടർച്ചയായി മർദ്ദനമേൽക്കുകയായിരുന്നുവെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. ക്യാമ്പസിൻ്റെയും ഹോസ്റ്റലിൻ്റെയും പല ഭാഗത്തും കൊണ്ടുപോയി മർദ്ദിച്ചു. അടിവസ്ത്രം മാത്രം ധരിച്ച് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പരസ്യ വിചാരണ ചെയ്തു. തൊട്ടു പിന്നാലെയാണ് പീഡനം സഹിക്കാൻ കഴിയാതെ സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയത്. ഹോസ്റ്റലിനുള്ളിൽ മൃഗീയമായ പീഡനത്തിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന് തെളിഞ്ഞിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന നിലപാടിലായിരുന്നു വാർഡനും ഡീനുമെല്ലാം. കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്ത വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നോ എന്ന് കണ്ടെത്താൻ പോലീസ് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. കോളേജ് അധികൃതരും ഇത്തരമൊരു സാധ്യതയെപ്പറ്റി ഒരു അന്വേഷണത്തിന് തയ്യാറായതുമില്ല. വിഷയത്തിൽ 12 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കണമെന്നാവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്നും കോടതി കയറി ഇറങ്ങുകയാണ്. SFI പ്രവർത്തകരായ 17 പ്രതികളെ സംരക്ഷിക്കാൻ ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ പരമാവധി ശ്രമിച്ചു. പരാതിയും പ്രതിഷേധവും ഉയർന്നതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു. നിലവിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, കോട്ടയം നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ട തങ്ങളുടെ സീനിയേഴ്സായ SFIക്കാരിൽ നിന്നുള്ള അതിക്രൂരമായ റാഗിംഗ് ആണ്. കാര്യം ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് പുറത്തു വന്നത്. ഇവിടെ ലഹരി ഉപയോഗിക്കുവാൻ പണപ്പിരിവ് നടത്തിയെന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. 3ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ 5 പേരാണ് 1ാം വർഷ വിദ്യാർത്ഥികളെ 3 മാസമായി ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിയത്. വിദ്യാർത്ഥികളെ നഗ്നരാക്കി ഡിവൈഡർ കൊണ്ട് മുറിവുണ്ടാക്കുകയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീം തേച്ച് പിടിപ്പിക്കുകയും ചെയ്തതായാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പ്രതികൾ മൊബൈലിൽ പകർത്തിയിരുന്നു. എത്ര ക്രൂരമാണല്ലേ അവരുടെ ചിന്തകൾ. നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി
റിജിൽജിത്ത്, കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് റാഗിംഗ് കേസിൽ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 6 ആൺകുട്ടികളെ 2024 നവംബർ 1 വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിച്ചത് മുതൽ റാഗിങ്ങിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. നവംബർ 16 പ്രതികൾ 1 വർഷ വിദ്യാർത്ഥിയിൽ നിന്ന് 300 രൂപ ഗൂഗിൾ പേ വഴിയും 500 രൂപ നേരിട്ടും ഭീഷണിപ്പെടുത്തി വാങ്ങിയിരുന്നു. ഇതിനുശേഷം 1 വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ ഇരിക്കുന്നതിനിടെ പ്രതികൾ ഇവിടേക്ക് എത്തുകയും സീനിയേഴ്സിനെ ബഹുമാനമില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് FIR-ൽ പറയുന്നത്. ഡിസംബർ 13 1 വർഷ വിദ്യാർത്ഥിക്ക് പ്രതികളിൽ നിന്ന് ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്നേ ദിവസം അർദ്ധരാത്രി പ്രതികൾ 1 വർഷ വിദ്യാർത്ഥിയുടെ മുറിയിലെത്തി കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടിയിട്ടു. തുടർന്ന് ദേഹം മുഴുവൻ ലോഷൻ ഒഴിച്ച ശേഷം ശരീരമാസകലം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ മുറിയിലുണ്ടായിരുന്ന മറ്റൊരു 1 വർഷ വിദ്യാർത്ഥിയോട് മൊബൈലിൽ പകർത്താൻ ആവശ്യപ്പെട്ടു. പ്രതികൾ പരാതിക്കാരിൽ നിന്ന് സ്ഥിരമായി പണം പിരിച്ചിരുന്നു. പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മുട്ടുകുത്തി നിലത്തു നിർത്തിയ ശേഷമാണ് കവിളിലടക്കം ക്രൂരമായി മർദ്ദിച്ചതെന്നും പോലീസ് പറയുന്നു. 1 വർഷ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ഡംബൽ കെട്ടിത്തൂക്കിയും പ്രതികൾ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. മദ്യപിക്കാനായാണ് പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഊഴമിട്ട് പണം പിരിച്ചെടുത്തിരുന്നത്. നിലവിൽ 1 വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ 5 വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു 6 ദിവസം മുമ്പ് ഉത്തരവുമിട്ടു. 2 വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, NS ജീവ, 3 വർഷ വിദ്യാർത്ഥികളായ KP രാഹുൽ രാജ്, റിജിൽജിത്ത്, NV വിവേക് എന്നിവരുടെ പ്രവേശനമാണ് റദ്ദാക്കിയത്. ഇവർ ഇനി കോളേജ് ക്യാമ്പസിൽ പ്രവേശിക്കാൻ പാടില്ല. പഠനാനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഉടൻ റദ്ദാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗി പരിചരണ മേഖലയിൽ ഇത്തരം ക്രൂര മനസ്സുള്ളവരെ പ്രവർത്തിക്കുവാൻ അനുവദിക്കരുത്. അതിനാൽ നഴ്സിംഗ് മേഖലയിലെ മറ്റു കോഴ്സുകളിലും പ്രതികളുടെ പ്രവേശനം തടയുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കേരള നഴ്സിംഗ് കൗൺസിലിനോട് ശുപാർശ ചെയ്തു. DMEയുടെ നിർദ്ദേശപ്രകാരം 4 അംഗ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് SFIയുടെ നിലയ്ക്കാത്ത പീഡന മുറകളുള്ളത്. കോളേജിൻ്റെ ഹോസ്റ്റലിൽ ലഹരി ഉപയോഗം സർവ്വസാധാരണമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ വിവരമുള്ളത്. കുപ്രസിദ്ധമായ ഇടിമുറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കലാലയത്തിൽ രാഷ്ട്രീയ വിരോധമുള്ളവരെയും തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കാത്ത പാർട്ടി അനുഭാവികളായ SFIക്കാരെയും അവിടുത്തെ നേതൃത്വം ഭീകരമർദ്ദന മുറകൾക്കിരയാക്കുന്നുണ്ട്. രക്തം ഉറഞ്ഞു പോകുന്ന തരത്തിലുള്ള പീഡനങ്ങൾ നിരന്തരമായി ആവർത്തിച്ചിട്ടും പോലീസും നിയമ സംവിധാനവും ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇങ്ങനെ പീഡിപ്പിക്കാൻ നേതൃത്വം നൽകുന്നവരിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധ്യാപകരെ പോലും അംഗീകരിക്കാതെ സ്വന്തമായൊരു നിയമ സംവിധാനം കോളേജിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വിരുദ്ധർ. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ അതിക്രൂരവും മൃഗീയവുമായി SFIക്കാർ മർദ്ദിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഡിസംബർ 2 വൈകിട്ട് 5 ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെ അക്രമമുണ്ടായത്. പെരുങ്കുളം കോന്നിയൂർ ചെക്കിപ്പാറ മൊഴിയിൽ വീട്ടിൽ മുഹമ്മദ് നസീറിനെയാണ് ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച സുഹൃത്ത് അഫ്സലിനെയും വളഞ്ഞിട്ട് തല്ലിയിരുന്നു. അനസിന്റെ സ്വാധീനക്കുറവുള്ള കാലിൽ ചവിട്ടിയിട്ടും ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ചിട്ടും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. കോളേജിലെ SFI നേതാക്കൾ പറയുന്നത് പോലെ സംഘടനാ പ്രവർത്തനം നടത്താത്തത് ചോദ്യം ചെയ്താണ് മർദ്ദനമെന്നാണ് അനസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത്. 2 കാലിലും വിരലുകളില്ലാത്ത, ഇടത്തേക്കാലിന് സ്വാധീനം കുറവുള്ള, നടക്കുമ്പോൾ മുടന്തുള്ള വിദ്യാർത്ഥിയാണ് അനസ്. നാട്ടിൽ DYFI യൂണിറ്റ് അംഗമാണ്. SFIയുടെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അംഗവുമാണ് അനസ്. കാലിന് സ്വാധീനക്കുറവുള്ള അനസിനെ കോളേജിലെ യൂണിറ്റ് നേതാക്കൾ കൊടികെട്ടാനും മറ്റു ജോലികൾക്കും നിയോഗിക്കുമായിരുന്നു. പണം പിരിച്ച് നൽകുകയും വേണം. ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതോടെയാണ് യൂണിയൻ ഓഫീസിൽ വിളിച്ചു വരുത്തി മർദ്ദനം തുടങ്ങിയത്. അമൽചന്ദ്, മിഥുൻ, വിധുദയൻ, അലൻ എന്നീ SFI യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ കേസെടുത്തെങ്കിലും ഇത് എങ്ങും എത്തിയില്ല. ഇത്തരത്തിൽ SFIയുടെ ക്രൂര പ്രവർത്തനങ്ങൾ നിരവധിയാണ് വ്യത്യസ്ത ക്യാമ്പസുകളിൽ.
എന്തുകൊണ്ടാണ് SFI ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ മുൻപോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് നേതൃത്വം അവരെ വിലക്കാത്തത്? ക്രൂരമായ മനോഭാവത്തോടുകൂടി ഒരു വലിയ യുവനിര സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ വരാൻ പോകുന്ന കലുഷിതമാർന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ് എന്ന ബോധ്യം മുതിർന്ന നേതാക്കന്മാർക്കുണ്ടാകണം. അവരെ ചൊൽപ്പടിക്ക് നിർത്തണം. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുപോകണം. എന്തിനേറെ അവരൊരു കുട്ടികളാണ് എന്ന ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കണം.